ഇതെന്തൊരു നിലപാടാണ്? PM ശ്രീയിൽ വിദ്യാർത്ഥികളുടെ ഭാവി പന്തു തട്ടി സംസ്ഥാന സർക്കാർ. പദ്ധതിയുടെ തുടർ നടപടികൾ തൽക്കാലം നിർത്തിവെക്കാനാണ് തീരുമാനം. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ CPI മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി 7-അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. ഈ സമിതി നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാകും തുടർ നടപടികൾ സ്വീകരിക്കുക. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖേന അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ് ഈ ഉപസമിതിയുടെ അധ്യക്ഷൻ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ്. ആ കാര്യം കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖേന അറിയിക്കുകയും ചെയ്യും. വിശദാംശങ്ങൾ വിശദമായി തന്നെ നൽകാൻ നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം പ്രജിത് മോഹനൊപ്പം തന്നെ ശാലിനിയും ചേരുന്നുണ്ട്. ആദ്യം ശാലിനിയിലേക്കാണ്. ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം മുഴുവൻ കേട്ട മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ശാലിനി ഒറ്റ ചോദ്യമാണ്: ഈ പദ്ധതിയിൽ എവിടെയോ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കിയ അഭിമാനാർഹമായ ഈ പദ്ധതി എന്താണ് ഈ സർക്കാർ കാണിക്കുന്നത്? ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും, ഒപ്പം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം കേന്ദ്രഭരണ പ്രദേശങ്ങളിലടക്കം ഈ പദ്ധതി നടപ്പിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. PM ശ്രീയുടെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് കൃത്യമായി സംസ്ഥാനം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് തലസ്ഥാന ജില്ലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ട് PM ശ്രീ എന്തോ വലിയ സംഭവമാണ്, അതിലൊരു പുനഃപരിശോധന വേണമെന്നൊക്കെയുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ, വിമർശനങ്ങൾ, CPIയുടെ പ്രതിരോധം, ഇതൊക്കെ ഇന്നിപ്പോൾ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നു. ഒപ്പം തന്നെ CPI മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആശയം, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ഒരു കാര്യം അംഗീകരിച്ചുകൊണ്ട് ആ ഒരു പദ്ധതി മരവിപ്പിക്കാനൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖ കേന്ദ്ര സർക്കാരിന് കത്ത് മുഖേന നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഒരു ഉപസമിതിയെ വെച്ചുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയെ വിശദമായി പഠിക്കാൻ സംസ്ഥാന സർക്കാർ ആലോചനകൾ നടത്തുന്നു. അതിൻ്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ ചില വാക്കുകൾ എടുക്കുകയാണെങ്കിൽ, അതായത് PM ശ്രീയിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ തിരക്കിട്ട് ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിന് ശേഷമാണ് ആ തർക്കങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കാര്യമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ്. അതുവരെ ആ ഒരു ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് മന്ത്രി V. ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി, അധ്യക്ഷനായിക്കൊണ്ട് ഒരു ഉപസമിതിയെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു പ്രശ്ന പരിഹാരത്തിന് ഇപ്പോൾ സർക്കാർ ഒരുങ്ങുന്നത്. 7-അംഗ സമിതിയാണ്. അതിൽ CPIയുടെ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രശ്ന പരിഹാരമാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള തർക്കങ്ങൾ, വിമർശനങ്ങൾ, CPIയുടെ കടുത്ത നിലപാടുകൾ, ഇതിൽ നിന്നൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നീണ്ട ചർച്ചകൾ, ആ ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു പ്രശ്ന പരിഹാരത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തുന്നത്. നമുക്കറിയാം, 1500 കോടിയിലധികം രൂപ, 46 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ അരികിലേക്ക് എത്താനുള്ളൊരു ക്ഷേമ പ്രവർത്തനമാണ്, ക്ഷേമ പദ്ധതിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസത്തിലേക്ക്, ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൈസഹായമാണ്. ആ സഹായമാണ് ഈ അവസാന നിമിഷം ഈ ഒരു PM ശ്രീ പദ്ധതി ഒപ്പുവെച്ച് 7-ാം നാൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യ ഗഡുവായി 250 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ആ പദ്ധതി മരവിപ്പിച്ചുകൊണ്ട് സർക്കാർ തീരുമാനം വരുന്നത്. ഇതെന്ത് വിരോധാഭാസമാണ് എന്നുള്ള വിമർശനങ്ങൾ കൂടി പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. പ്രത്യേകിച്ച് BJP അടക്കമുള്ളവർ അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഇക്കാര്യത്തിൽ വിമർശിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പല ഘട്ടങ്ങളിൽ പല വിഷയങ്ങളിൽ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നൊക്കെ ഒന്നും തന്നെ ഒരു തരത്തിലും പുറകോട്ട് പോകാത്ത ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. പക്ഷേ ഈ വിഷയത്തിൽ അതും നോക്കൂ, ഏതാണ്ട് 50 ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാരായ ആ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി അവർക്ക് നല്ല ക്ലാസ് റൂം വേണ്ടേ, അവർക്ക് നല്ല വൃത്തിയുള്ള അന്തരീക്ഷം വേണ്ടേ, അവർക്ക് നല്ല പഠനോപകരണങ്ങൾ കിട്ടണ്ടേ?
ഇത്തരത്തിൽ എല്ലാ സജ്ജീകരണം നോക്കൂ, ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10-ലധികം വകുപ്പുകളുടെയും മന്ത്രാലയങ്ങളുടെയും ഒക്കെ ഒരു കൃത്യമായ ഒരു സംയോജിത ഒരു ശ്രമം കൂടിയാണ്. അത്രയും മികച്ചമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ്. ഇതൊക്കെ വേണ്ട എന്ന് വെക്കാൻ മാത്രം ഇവിടെ എന്താണ് ഈ CPIയുടെ വിമർശനം കൊണ്ട് സംഭവിച്ചത്? ശ്യാമ, തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഈ പദ്ധതി ഒപ്പുവെച്ചതിന് ശേഷം ആദ്യ മണിക്കൂറുകളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് NEP കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് എന്താണ് പ്രശ്നം, NEP കേരളത്തിൽ നടപ്പിലാക്കട്ടെ, അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, PM ശ്രീയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, PM-ന്റെ പേര്, പ്രധാനമന്ത്രിയുടെ പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കേരളത്തിന് കഴിയില്ല. വിദ്യാർത്ഥികളുടെ ക്ഷേമം, വിദ്യാർത്ഥികളുടെ ഉന്നമനം, ഒപ്പം തന്നെ സ്കൂളുകളുടെ മികച്ച നിലവാരം, പാഠ്യപദ്ധതികളുടെ നിലവാരം മെച്ചപ്പെടുത്തുക, പുസ്തകങ്ങളുടെ അച്ചടി, ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് SSA ഫണ്ട് അടക്കം ഉപയോഗിക്കുന്ന രീതിയിൽ 1500 കോടി രൂപ ഏത് വിധേനയും കേരളത്തിലേക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് എന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി തുടക്കം മുതൽ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ CPI നിലപാട് കടുപ്പിക്കുമ്പോൾ ബിനോയ് വിശ്വം അടക്കം CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ കടുത്ത നിലപാടിലേക്ക്, പോരിലേക്ക് ഇറങ്ങിയപ്പോൾ, മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പരസ്യമായി പ്രതികരണത്തിലേക്ക് എത്തിയപ്പോൾ ആ നിലപാട് മാറുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്വന്തമായ ഒരു നിലപാടില്ലാത്ത രീതിയിലേക്ക് മാറുന്നു. എല്ലാ നിലപാടുകളും എല്ലാ തീരുമാനങ്ങളും മന്ത്രിസഭാ യോഗം എടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയിലേക്ക് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മാറുന്നു. അതേ വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ ഉപസമിതിയുടെ അധ്യക്ഷനാക്കി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു 7-അംഗ ഉപസമിതിയെ രൂപീകരിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ. ആ 7-അംഗ ഉപസമിതിയിൽ CPIയുടെ 2 മന്ത്രിമാർ കൂടിയുണ്ട്. ആ മന്ത്രിമാർ പഠിച്ച് റിപ്പോർട്ട് നൽകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് അവർ പറയുകയാണെങ്കിൽ പൂർണ്ണമായും ഈ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അങ്ങനെ പൂർണ്ണമായി പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം ഒരാൾക്ക് പെട്ടെന്ന് ഒപ്പുവെക്കാനാവുക, ആ ഒപ്പുവെച്ചതിന് ശേഷം 7 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു ഒരു സംസ്ഥാനം പറയുമ്പോൾ അതിനോട് ഏത് തരത്തിലുള്ള നിലപാടിന് കേന്ദ്രം സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും CPIയുടെ രാഷ്ട്രീയം ഇവിടെ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് 9 വർഷത്തിനിടെ CPIയുടെ മുന്നിൽ മുട്ടുമടക്കിയ കാഴ്ചയാണ് ഇക്കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. CPIയുടെ മുന്നിൽ മുട്ടുമടക്കിയതാണോ, ഇനി അഥവാ CPI ഇറക്കിക്കൊണ്ട് ഇങ്ങനെ കളി കളിച്ച് മറ്റ് ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, ഇതൊരു ഉപസമിതിയെ കൊണ്ട് അങ്ങ് പരിശോധിപ്പിക്കുക എന്നാണ്. NEPക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച ഒരു മന്ത്രിയാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അതല്ല, ഇതിന് വലിയ പ്രശ്നമുണ്ട് എന്നൊരു റിപ്പോർട്ടും കണ്ടുപിടുത്തവും ഈ ഉപസമിതി ഉണ്ടാക്കിയാൽ പിന്നെ ഈ മനുഷ്യൻ എന്ത് നിലപാടാണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു നിമിഷം പ്രജിത്തിലേക്ക് ഒന്ന് പോകാം. പ്രജിത്ത്, ഈ 1500 കോടി മുന്നിൽ കണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ ഒരു മിനി ബജറ്റ് പ്രഖ്യാപനം പോലെയാണ് നമുക്കൊക്കെ തോന്നിയത്. വീണ്ടും കിറ്റ് രാഷ്ട്രീയം, ഫ്രീ ബീസ് പൊളിറ്റിക്സ് എടുത്തങ്ങ് വീശുകയാണ്. എന്തായാലും NEPയിലെ നിലപാട് പരിഹാസ്യപരമാണ് എന്നുള്ളതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ശ്യാം സൂചിപ്പിച്ചതുപോലെ ഇനി ഈ ബജറ്റ് പ്രഖ്യാപനം പോലെയായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നതും തെറ്റാകില്ല ശ്യാം. കാരണം ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങൾ അത്രയധികമുണ്ട്. അദ്ദേഹം അങ്ങനെ മാധ്യമങ്ങളെ അധികം കാണുന്ന ഒരാളല്ല. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കവർച്ച അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ മൗനം പാലിച്ചയാളാണ് മുഖ്യമന്ത്രി. കാര്യമായ ഒരു പ്രതികരണവും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്തായാലും ഇന്ന് ഇത്രയധികം വിവാദങ്ങളുടെ നടുവിൽ മുഖ്യമന്ത്രി ഇരിക്കുമ്പോഴും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വിഷയം എന്നുള്ള അദ്ദേഹം പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഈ പ്രഖ്യാപനങ്ങളിലേക്ക് പോകുകയാണ്. അതിൽ ചില പ്രധാന പ്രഖ്യാപനങ്ങൾ മാത്രം എടുത്തു പറയാം. ഒന്ന്, നവംബർ 1 മുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 4% ക്ഷാമബദ്ധ, അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ 2000 വർദ്ധിപ്പിച്ചിരിക്കുന്നു. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക്, അതും മറ്റ് ക്ഷേമ പെൻഷനുകളൊന്നും ലഭിക്കാത്ത AAY PH വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകൾക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ, അംഗനവാടി വർക്കർമാരുടെയും ആശമാരുടെയും വേതനം 1000 രൂപ വെച്ച് കൂട്ടി, റബ്ബർ താങ്ങുവിലേക്ക് 200 രൂപ, അങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മൾ ഇതിൽ എടുത്തു കാണേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞ പ്രഖ്യാപനങ്ങൾക്കെല്ലാം സർക്കാരിന് കൂടുതൽ സാമ്പത്തിക ബാധ്യത കൊണ്ടുവരുന്ന ഒരു വിഷയമാണ്. അതിനുള്ള സാമ്പത്തികം നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിനും നമുക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ്. ആവർത്തിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത്, ട്രഷറി നിയന്ത്രണം അടക്കം വികസന പദ്ധതികൾ പോലും ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ പദ്ധതികൾക്കായുള്ള തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ള ചോദ്യമുണ്ട്. കടമെടുത്താണെങ്കിൽ കടമെടുക്കുന്നത് മുഴുവൻ ശമ്പളവും പെൻഷനും നൽകാൻ പോലും കഴിയുന്നില്ല, ക്ഷേമ പെൻഷൻ നൽകാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കൂടുതൽ വലിയ കടമെടുപ്പിലേക്ക് പോയി ഈ പദ്ധതികൾ നടപ്പിലാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അതും സംസ്ഥാന സർക്കാരിന്റെ പതിവ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ പോലെ പാതി വഴിയിൽ നിലച്ചു പോവുകയാണോ എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിൽ മറ്റൊരു രാഷ്ട്രീയം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ശ്യാം. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ വന്ന സമയത്ത്, വലിയ ജനവിരുദ്ധ വികാരമുണ്ടായ സമയത്ത് കിറ്റിറക്കിയാണ് ഒരു സമയത്ത് പിണറായി വിജയന്റെ ഒരു രാഷ്ട്രീയ നീക്കം കണ്ടത്. അപ്പോൾ അതിന് സമാനമായ
ഒരു സബ്സിഡി രാഷ്ട്രീയം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഇത്തരത്തിൽ ചില ജനപ്രിയ പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നീക്കം എന്നൊക്കെ വേണമെങ്കിൽ വിമർശിക്കാവുന്ന തരത്തിലുള്ള സമീപനം തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നത് പറയുന്നതിൽ തെറ്റില്ല. ഈ ഒന്ന് ആശമാരുടെ വേതനം കൂട്ടിയൊരു വിഷയം, അവർ 21,000 രൂപ മിനിമം വേതനമാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് 1000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി സർക്കാർ കണ്ണിൽ പൊടിയിടുന്നത്. അതിന് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇത്ര വലിയ പ്രക്ഷോഭം, ഏതാണ്ട് 8 മാസം കഴിഞ്ഞിരുന്നു ആശമാരുടെ സമരം. അപ്പോഴും അവരുടെ ഈ പറയുന്ന വേതനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വർധനവ് വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രിയെ അവരെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അവർ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോയി. അപ്പോഴൊന്നും ഒരു തരത്തിലുള്ള പ്രഖ്യാപനവും നടത്താത്ത മുഖ്യമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇതാ ഒരു പ്രഖ്യാപനവും, ആശമാർക്ക് 1000 രൂപ കൂട്ടുന്നു, അതുപോലെ അംഗൻവാടി വർക്കേഴ്സിനും അടക്കമുള്ളവർക്കും സമാനമായ രീതിയിൽ പ്രീ പ്രൈമറി ടീച്ചർമാരുടെ വേതനം 1000 രൂപ കൂട്ടുന്നു, അംഗൻവാടി വർക്കർ ഹെൽപ്പർ വേതനം 1000 രൂപ കൂട്ടുന്നു തുടങ്ങിയുള്ള പ്രഖ്യാപനങ്ങളുമായി വരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിൽ നടക്കുന്നത്, ഒന്ന് പിണറായി സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കാൻ, സർക്കാരിന്റെ വീഴ്ചകളും ശബരിമല സ്വർണ്ണക്കവർച്ച പോലെയുള്ള വിവാദങ്ങൾ മറച്ചുപിടിക്കാനുമുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ ജനവിരുദ്ധ വികാരം തങ്ങൾക്കെതിരാണ് എന്നുള്ള ബോധ്യം സർക്കാരിനുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ വിഷയങ്ങളിലേക്കും പോവുകയാണെങ്കിൽ കോട്ടയത്ത് ബിന്ദുവിന്റെ മരണം നമുക്ക് ഓർമ്മയുണ്ട്. ആ ബിന്ദുവിന്റെ മരണം ഉണ്ടായത് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ തുടർച്ചയായ വീഴ്ചകൾ മൂലമാണ്. ആശുപത്രി കെട്ടിടങ്ങൾ പലതും അപകടാവസ്ഥയിലാണെന്നുള്ള സാഹചര്യം വന്നു. ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്ത സാഹചര്യം വന്നു. പലയിടത്തും ശസ്ത്രക്രിയ മുടങ്ങുന്ന, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ബജറ്റിൽ പ്രഖ്യാപിച്ച ആരോഗ്യമേഖലയ്ക്ക് പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഭൂരിഭാഗവും നടപ്പിലാക്കാത്ത സാഹചര്യം. ഈ വിഷയങ്ങളൊക്കെ ജനന്റീവി വാർത്ത പുറത്തുവിട്ട് അത് പിന്നീട് വലിയ ചർച്ചയായി മാറിയ സംഭവങ്ങളാണ്. അങ്ങനെ ആരോഗ്യമേഖലയിൽ വലിയ പരാജയം നിലനിൽക്കുന്നു. സർക്കാരിന്റെ മറ്റു മേഖലകളിൽ പോലീസിനെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. പോലീസ് മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. പിന്നീട് പല വകുപ്പുകളുടെയും ഭരണവീഴ്ചകൾ വ്യക്തമാകുന്നു. സംസ്ഥാനത്ത് വനമേഖലകളിലൊക്കെ വന്യജീവി ആക്രമണങ്ങൾ മൂലം മനുഷ്യർ കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു. അങ്ങനെ ഒപ്പം പിന്നീട് ശബരിമല സ്വർണ്ണക്കവർച്ചടക്കമുള്ള വിഷയങ്ങൾ വന്നു. അങ്ങനെ സർക്കാരിനെതിരെ വലിയ ജനവിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ചില പ്രഖ്യാപനങ്ങളുമായി സർക്കാർ വരുന്നത്. എങ്ങനെയാണോ 2018-19 കാലത്തൊക്കെ തുടർച്ചയായതിനു ശേഷമൊക്കെ ഉണ്ടായ കിറ്റ് രാഷ്ട്രീയം സർക്കാർ ഫലപ്രദമായി ഉപയോഗിച്ചത്, അതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപോടിയായി ഇത്തരത്തിൽ കുറച്ചധികം സഹായങ്ങൾ, കുറച്ചധികം പുതിയ പദ്ധതികൾ, കുറച്ച് വേതന വർധനവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ഒപ്പം സർക്കാർ ജീവനക്കാരെ സന്തോഷപ്പെടുത്താൻ 4% DA ക്ഷാമബത്ത 4% അനുവദിക്കുന്ന ഒരു സാഹചര്യവും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ കിറ്റ് രാഷ്ട്രീയത്തിന്റെ ഒരു പുതിയ മുഖം കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. വളരെ കൃത്യമാണ്. എല്ലാ സ്ഥലത്തും വീഴ്ച, തൊട്ടതെല്ലാം വീഴ്ചകളും കെടുകാര്യസ്ഥതകളും. അപ്പോൾ ഉയർന്നു വരുന്ന ഒരു കാട്ടുകൊള്ളയുടെ വാർത്ത, അത് മറച്ചു വെക്കാൻ ഇതാ വീണ്ടും ഒരു അഭിമാന പദ്ധതിയെ ബലി കൊടുക്കുകയാണ് സർക്കാർ ഇവിടെ ചെയ്യുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്.